ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സ്റ്റഡി വ്ലോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഏർലി മോർണിംഗ് 4 മണിക്ക് തന്നെ ഞാൻ ഇന്ന് എണീറ്റുണ്ടായിരുന്നു. രാവിലെ എണീറ്റ് പാട് തന്നെ ഞാൻ NCERT നോക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇന്നലെ NCERT പഠിച്ച ബുക്കൊക്കെ ടേബിളുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം NCERT ബുക്ക് എടുത്തു. ഇക്കണോമിക്സാണ് ഞാൻ ഈ വീക്ക് നോക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ വീക്ക്ലി ആയിട്ടാണ് GK പാർട്സ് പഠിച്ചു പോകുന്നത്. ആദ്യമൊക്കെ പിന്നെ ഡെയിലി കുറേ എല്ലാ ടോപ്പിക്സിൽ നിന്നും കുറച്ചായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്കത് അത്രയും ഒരു സ്യൂട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, മീൻസ് പെയ്ഡ് ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നപ്പോഴും അല്ലെങ്കിൽ ഞാൻ സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അതായത് ഇന്നിപ്പം എന്താ പറയുക, ജോഗ്രഫിയിലെ കുറച്ച് പഠിച്ചു, അത് കഴിഞ്ഞ് പിന്നെ ഇക്കണോമിക്സ് കുറച്ച് പഠിച്ചു, IT കുറച്ച് പഠിച്ചു, അല്ലെങ്കിൽ സിവിക്സ്, അങ്ങനെ എല്ലാം കുറേശ്ശെ പഠിച്ചിട്ട് നാളെ അതിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് പഠിച്ചു. അങ്ങനെ പഠിച്ചു പോകുമ്പം എനിക്കൊരു കണ്ടിന്യൂറ്റി കിട്ടാത്ത പോലെ ഫീൽ ചെയ്തു. അതായത് നമുക്ക് കുറേ എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് ഓരോ GK എടുത്തിട്ട് ചെറിയ ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഒരു ദിവസം എല്ലാം തീരാറും ഇല്ലായിരുന്നു. ഇന്നിപ്പം ഞാൻ ഇക്കണോമിക്സ് പഠിക്കുന്നത് ചിലപ്പോൾ നാളെ അതിൻ്റെ ബാക്കിയായിട്ടല്ല പഠിക്കുക. നാളെ ഇപ്പം വേറെ ഏതെങ്കിലും സബ്ജക്റ്റ്, ഇപ്പോൾ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ അതുപോലെയൊക്കെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് പിന്നെ ഇക്കണോമിക്സിൻ്റെ ഭാഗം എത്തുമ്പോഴത്തേക്കും ആദ്യം പഠിച്ചത് മറന്നു പോകുന്നു, പിന്നെ ഒരു തുടർച്ച കിട്ടാത്ത പോലെ അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. ഒരാഴ്ച ഫുൾ ഒരു GK പഠിക്കുക, എന്നിട്ട് അന്ന് സൺഡേ അതിന് റിവിഷൻ കൊടുക്കുക, പിന്നെ അടുത്ത ആഴ്ച പിന്നെ വേറൊരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കുക. അപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ കുറച്ചധികം പേജസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. കംപ്ലീറ്റ് ചെയ്ത് അത്രയും നമുക്ക് അത് റിവൈസ് ചെയ്ത് പോകാൻ പറ്റും. ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അന്നേരം കുറച്ചും കൂടെ നമ്മൾ ആ പഠിക്കുന്ന ഏത് ടോപ്പിക് എടുത്തിട്ടാണോ പഠിക്കുന്നത് അത് കുറച്ച് അധികം കാര്യങ്ങൾ കംപ്ലീറ്റ് പരമാവധി ഇപ്പം ഞാൻ പറയാവേ, കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ആണെങ്കിൽ ഹിസ്റ്ററീനെയും ജോഗ്രഫീനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അറിയായിരിക്കും, പഠിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. അതിൽ കുറച്ച് ടോപ്പിക്സേ കവർ ചെയ്യാനുള്ളൂ മറ്റുള്ള GK വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ളത് ചിലപ്പോൾ 1 വീക്ക് കൊണ്ട് തീർക്കാൻ പറ്റുമെന്നല്ല, എന്നാലും ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ കവർ ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ റിവിഷൻ നടത്തി പിന്നെ അടുത്ത ടൈം കോൺസ്റ്റിറ്റ്യൂഷൻ എത്തുമ്പോൾ കുറച്ചും കൂടി തീർക്കാനുണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ വിചാരിക്കുന്നുണ്ട്. പരമാവധി ഉഴപ്പാതെ നമ്മുടെ കിട്ടുന്ന സമയമൊക്കെ വെച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ചയും കൊണ്ട് ഏത് സബ്ജക്റ്റാണോ നമ്മൾ എടുക്കുന്നത് അതിൽ കുറേ കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെയാണ് ഞാനിപ്പം കുറച്ചായിട്ടുള്ളൂ ഈ ഒരു രീതിയിൽ പഠിക്കാൻ തുടങ്ങിയിട്ട്. എന്ന് വെച്ചാൽ എല്ലാം പഠിക്കുന്നില്ല, ഞാനും ചെറിയ ഉഴപ്പും കാര്യങ്ങളും അല്ല, ചില സമയത്ത് എനിക്ക് പറ്റുന്നില്ല പഠിക്കാൻ. അതായത് കിട്ടണ സമയമൊക്കെ പഠിക്കണം എന്ന് വിചാരിക്കുമെങ്കിലും ആ സമയത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ഡിസ്ട്രാക്ഷൻസ് വന്ന് പെടുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ലാതിരിക്കുവാണെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ എനിക്ക് ഭയങ്കര ആപ്റ്റായിട്ടുള്ള ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത്. നമുക്ക് ഏത് രീതിയിലാണോ നമ്മുടെ അവസ്ഥകളും കാര്യങ്ങളും നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ. വേറെ ഒരാളുടെ രീതി ഫോളോ ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മുടെ സാഹചര്യത്തിന് സമയവും ഒക്കെ ക്രമീകരിച്ച് നമ്മൾ തന്നെ ഒരു പഠന രീതി കണ്ടെത്തുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാനിപ്പോൾ പുതിയ രീതി ഇങ്ങനെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതുപോലെ പഠിക്കുന്നവരുണ്ടാവും ചിലപ്പോൾ 1 മന്ത് കൊണ്ട് ഇങ്ങനെ, മീൻസ് ഇപ്പോൾ പെട്ടെന്ന് ഇനി വരുന്ന ഡിഗ്രി പ്രിലിംസിൻ്റെ കാര്യമൊന്നുമല്ല പറയുന്നത്, കുറച്ച് എക്സാം ടൈമൊക്കെ ഒത്തിരി നേരത്തെയൊക്കെ പഠിക്കുന്നവരുടെ കാര്യമാണെങ്കിൽ 1 മന്ത് വെച്ചിട്ട് ഇത്ര ടോപ്പിക്ക് ഫുൾ തീർക്കും, കവർ ചെയ്തിട്ട് അടുത്ത് തുടങ്ങും, അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പരമാവധി ടോപ്പിക്സ് ഒരു ദിവസം ഇത്ര പേജസ് വെച്ച് തീർത്ത്, അല്ലെങ്കിൽ ആ വീക്ക്ലി റിവൈസ് ചെയ്യുന്ന, എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം പേരും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അതാണ് മീൻസ് നമ്മളൊരു കോച്ചിങ്ങിനൊക്കെ ചേരുവാണെങ്കിൽ ആ ഒരു രീതിയിലാണെന്ന് തോന്നുന്നു നമ്മൾ പഠിപ്പിക്കുന്നത്. ഞാൻ ചേർന്ന ക്ലാസ്സുകളിലൊക്കെ തന്നെ അങ്ങനെ ഒരു രീതിയായിരുന്നു. ഓരോ ഡേയിലും ഓരോ ടോപ്പിക്സ്, മീൻസ് ഓരോ സബ്ജക്റ്റിൻ്റെ ഇത്ര വെച്ച് തന്നിട്ട് വീക്ക്ലി ആയിട്ട് റിവിഷൻ എക്സാം അങ്ങനെയായിരുന്നു ഞാൻ പഠിച്ച കോച്ചിങ്ങിൻ്റെ ഒക്കെ. മീൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഓൺലൈനായിട്ട്. ഞാൻ ഓഫ്ലൈനായിട്ട് പോയിട്ടില്ല ഇതുവരെ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് പഠിക്കുന്നത്. എത്രത്തോളം സക്സസ് ആകുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്താണെങ്കിലും നമ്മൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണല്ലോ. ട്രൈ ചെയ്യുക, പിന്നെ റിവിഷനാണ് പ്രധാന കാരണം എന്ന് പറയുന്നത്. പ്രധാനം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം റിവൈസ് ചെയ്യുന്നു, എത്ര നമ്മൾ പഠിച്ചു പോയിട്ടും കാര്യമില്ലല്ലോ. കുറേ അധികം അങ്ങോട്ട് വാരി വലിച്ച് പഠിച്ചു എന്ന് കാര്യമില്ല. ഇപ്പം NCERT കേസ് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന് പഠിച്ചത് നാളെ തന്നെ നോക്കണം, അല്ലെങ്കിൽ തന്നെ നമുക്ക് നല്ല
അപ്പോൾ വായിക്കുമ്പോൾ അത് SCRT NCERT ഒക്കെ തന്നെ വായിക്കുമ്പോൾ ഒരു പരന്ന വായന നടത്തി പോകുമ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളാണെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ പിന്നെ പിറ്റേ ദിവസം അത് എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ അത് എഴുതുമ്പോഴാണ് നമുക്കതൊന്നും കിട്ടാതെ വരിക. നമുക്കല്ല, എന്നെ സംബന്ധിച്ച് അതുപോലെയുള്ളവരുണ്ടാകാം. അന്നേരം നല്ല രീതിയിൽ റിവിഷനാണ് വേണ്ടത്. റിവിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു പഠനം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ 6 മണി വരെയാണ് പഠിച്ചത്. ഇപ്പം ഞാൻ മിക്ക ദിവസങ്ങളിൽ തന്നെ 4 മണിക്ക് എണീക്കാൻ ശ്രമിക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ ഉറങ്ങിപ്പോകുന്നുണ്ട്. ഉറങ്ങാത്ത ദിവസമൊക്കെ തന്നെ ഞാൻ പഠിക്കുന്നുണ്ട്. പിന്നെ പകൽ പിന്നെ എനിക്കറിയാം എത്രത്തോളം എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ. ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഉള്ളൂ. ഇന്ന് ഈ സ്റ്റഡി വ്ളോഗും ഇത്ര ടൈമൊക്കെ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.